ശ്രീ സതീഷ് വസന്ത്, ഇതിൽ നിന്ന് ഒരിക്കലും സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലല്ലോ. താങ്കൾ പറയുകയുണ്ടായി, കുറച്ച് ജീവനക്കാർ മാത്രം കാണിക്കുന്ന ഈ കെടുകാര്യസ്ഥതയ്ക്ക് ഭരണ സംവിധാനം സർക്കാർ എന്ത് പിഴച്ചു എന്നുള്ളതാണ്. കൃത്യമായ ജാഗ്രതയും നിരീക്ഷണവും ഒക്കെ ഈ കോടിക്കണക്കിന് വരുന്ന അമൂല്യ വസ്തുക്കളിന്മേൽ ഉണ്ടാകേണ്ടത് സർക്കാരിന്റെ ചുമതല തന്നെയല്ലേ. നമ്മൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യം മാത്രം എടുക്കുകയാണെങ്കിൽ 2023 പോലും പോലീസിന്റെ സംശയ നിഴലിലുള്ള ആളാണ്. പുണ്യം പൂങ്കാവനം പദ്ധതിയുമായി ബന്ധപ്പെട്ട് തുണി സഞ്ചികളടക്കം ഇറക്കുമതി ചെയ്തതിലുള്ള അഴിമതിയിൽ അയാൾ സംശയത്തിന്റെ നിഴലിൽ അകപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അയാൾ വീണ്ടും ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് സ്പോൺസറായി അയാളുടെ കയ്യിലേക്ക് കൊടുത്തുവിടാൻ, അതും ദേവസ്വം മാനുവൽ എല്ലാം ലംഘിച്ചുകൊണ്ട് കൊടുത്തുവിടാനുള്ള തക്ക കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ കുറച്ച് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇതിന് ഞങ്ങൾ എന്തു പിഴച്ചു എന്ന് പറയുന്ന ഈ ലാഘവത്വം എങ്ങനെ സാധിക്കുന്നു? അല്ല രോഹിണി, സർക്കാർ ഈ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ആര് പറഞ്ഞു? സർക്കാർ ദേവസ്വം മന്ത്രി പറഞ്ഞു? ഇല്ലല്ലോ. ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞില്ല. നോക്കൂ, വീഴ്ചകൾ എവിടെയാണ് സംഭവിച്ചത്, ആ വീഴ്ച പരിഹരിക്കുകയും അല്ലെങ്കിൽ അത് നമുക്ക് എവിടെ ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക്, അത് ദേവസ്വം ബോർഡിനാണെങ്കിൽ ദേവസ്വം ബോർഡിന്, അത് ആർക്കാണ് പറ്റിയിട്ടുണ്ട് അതിനെ ശക്തമായി അത് നിലപാടെടുക്കുന്നതിനെ പറഞ്ഞിട്ടുള്ളത്. എവിടെയാണ് പറഞ്ഞിട്ടില്ലാത്തത്? നോക്കൂ, ഞാനൊരു കാര്യം പറ്റി, ഇപ്പോൾ ബഹുമാനപ്പെട്ട രാജൻ സാർ അടുത്തിരിക്കണല്ലോ, അദ്ദേഹം ഒരു അമ്പലത്തിൽ ചെല്ലുന്നു. അമ്പലത്തിൽ അദ്ദേഹത്തിന് 1 വർഷമേ ഉള്ളൂ. ഇപ്പം നമുക്കറിയാലോ, ഇവിടുത്തെ മേജർ ക്ഷേത്രങ്ങളിൽ അവിടെ ഓഫീസറായിട്ടിരിക്കുന്നത് 1 വർഷമേ കൊടുക്കുള്ളൂ. ഈ തൊട്ട് മുമ്പത്തെ വർഷം അവിടെ എന്തു നടന്നു എന്ന് ഈ ഉദ്യോഗസ്ഥയ്ക്ക് അറിഞ്ഞൂടാ. അവിടുത്തെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അവിടെ എഴുതി വെച്ചേക്കുന്ന നോക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ ഉദ്യോഗസ്ഥ എഴുതി വെച്ചേക്കാണ് ഇത് ഇന്ന കാര്യമെന്ന് പറയുമ്പം ഈ ഉദ്യോഗസ്ഥയും ഫോളോ ചെയ്യുന്നത് അതായിരിക്കും. സ്വാഭാവികമാണ്. ഈ 2019 തന്നെ ഈ മുരാരി ബാബുവിനെ പോലത്തെ ആൾക്കാരും ഈ ഉണ്ണികൃഷ്ണനും എല്ലാം കൂടി അത് ചെമ്പുപാളിയിൽ നിന്ന് എഴുതി വെച്ചേക്കുന്നുണ്ട്. പുതിയ ഒരാൾ വരുമ്പോഴത്തേക്ക് നമുക്ക് അത് നോക്കിയാലേ പറ്റുള്ളൂ. സ്വാഭാവികം. അതാണ് പറഞ്ഞത്, എവിടെയാണ് തെറ്റുപറ്റിയിട്ടുള്ളത്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന് നമ്മളെന്തിനാണ് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യണത്? ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ സപ്പോർട്ട് ചെയ്യാനെങ്കിൽ ഈ അയ്യപ്പ സംഗമം നടക്കുന്നതിൻ്റെ 2 ദിവസത്തിന് അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്ന പീഠം കാണാനില്ല എന്ന് പറയൂ നമുക്ക് സപ്പോർട്ടാണെങ്കിൽ? അപ്പം ഇത് ഗൂഢാലോചന ഉണ്ടെങ്കിൽ ആര് ഗൂഢാലോചന നടത്തി അത് അദ്ദേഹം വെളിപ്പെടുത്തണം. അത് എനിക്ക് തോന്നുന്നു 1-2 ദിവസത്തിനകത്തൊക്കെ അതൊക്കെ വരും. അത് നമുക്ക് ചർച്ച ചെയ്യാം. കാര്യം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ദേവസ്വം ബോർഡിൽ നിന്നും അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇന്നലെ നാളെ പിടിക്കപ്പെടില്ലേ? ഇപ്പോൾ ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ സാറ് പോലെയല്ലേ, അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ കൊണ്ട് അത് പിഴ അടയ്ക്കേണ്ടി വരും. സ്വാഭാവികം. അയാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. നോക്കൂ, ഈ സർക്കാരിൻ്റെ കാലത്ത് രോഹിണി, ഞാൻ ഇത് പറയാൻ ശക്തമായിട്ട് പറയാൻ, അത് ഒരു തരി അയ്യപ്പൻ്റെ സ്വർണം പോലും നഷ്ടപ്പെടില്ല. നഷ്ടപ്പെട്ടാൽ തിരിച്ചു കൊണ്ടുവരും. അത് കട്ടുകൊണ്ടുവരുന്നതിനെ അതിൻ്റേതായ രീതിയിൽ തന്നെ നടപടിയെടുക്കുകയും ചെയ്യും. ഒരു സംശയവും. ശരി, പക്ഷേ പോകാനുള്ള സ്വർണമൊക്കെ പോയി കഴിഞ്ഞു. അതൊക്കെ ആരൊക്കെയോ ഉരുക്കി സ്വന്തമാക്കുകയും കഴിഞ്ഞു എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ശ്രീ സതീഷ് വസന്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതായത് ഈ അതാത് കാലങ്ങളിൽ വരുന്ന ഉദ്യോഗസ്ഥർ നേരത്തെയുള്ള റെക്കോർഡ്സ് അനുസരിച്ച് അവർ വളരെ നിഷ്കളങ്കരായി അങ്ങ് ചെയ്തു പോകുന്നു എന്ന് പറയുന്ന ഭരണ സംവിധാനം ഒരു വശത്ത്. ജനം TV തന്നെ പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്തയുണ്ട്. നമുക്കറിയാം, കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നടന്ന കരിപ്രസാദ വിതരണവുമായി ബന്ധപ്പെട്ട് ഇത്രയും നാൾ ഭക്തർ ബഹുമാനത്തോടെ, ഭയത്തോടെ, ഭക്തിയോടുകൂടി നെറ്റിയിൽ അണിഞ്ഞിരുന്ന ആ കരിപ്രസാദം എന്ന് പറയുന്നത് കുറേ കെമിക്കൽ പൊടികൾ ചേർത്തതായിരുന്നു. അത് ബംഗാളികൾ ഉൾപ്പെടെയുള്ള കുറച്ചു പേർ ഒരു വാടക കെട്ടിടത്തിൽ മദ്യക്കുപ്പികളുടെ ഇടയിൽ വെച്ചാണ് അത് തയ്യാറാക്കിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കേണ്ടുന്ന ബാധ്യതയെങ്കിലും ഈ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കില്ലേ? അല്ല, 100% രോഹിണി പറഞ്ഞ 100% ശരിയാണ്. കാര്യം ഭക്തജനങ്ങൾ കൊട്ടാരക്കര ഗണപതി കോവിൽ എന്ന് പറയുന്നത് നമ്മൾ ദക്ഷിണ കേരളത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ പവിത്രമായി നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. അവിടെ ഇങ്ങനെ നടക്കുന്ന സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിച്ചു. കാര്യം ഉണ്ണിയപ്പോക്കെന്ന് വെച്ചാൽ ലൈവായിട്ടാണ് അവിടെ പാചകം ചെയ്യുന്നത്. ഈ അപ്പമൊക്കെ ഇങ്ങനെ നടക്കുന്നു. ഞാൻ പറയുന്നത് അവിടുത്തെ ജനങ്ങളില്ലേ, ഭക്തജനങ്ങളില്ലേ, ഇവരെ കണ്ടുപിടിക്കൂലേ ഇത്രയും കാലം ഇങ്ങനെ നടന്നു? അവിടെ ദിവസവും പറഞ്ഞാൽ ജീവനക്കാർക്ക് അറിഞ്ഞൂടെ? അപ്പോൾ ഞാൻ ഇത് പറയുന്നത്, ആര് തെറ്റ് ചെയ്താലും നോക്കൂ, ഇത്രയും വലിയ ഇടപെടൽ ഉണ്ടായിരുന്നു. കുറച്ച്
പ്രദേശവാസികൾക്ക് സംശയം തോന്നി. അല്ല, അതിന്റെ അടിസ്ഥാനത്തിൽ ജനം TV മാധ്യമത്തിന്റെ സഹായത്തോടുകൂടി തന്നെയാണ് വളരെ അല്ല, പെട്ടെന്ന് അത് കർശനമായ അതിലേക്ക് നടപടി. എത്തിയത്. പക്ഷേ ഒരു- വളരെ വിദഗ്ധമായി ഒരു ഭാഗത്ത് ഇത് ഭക്തരുടെ കർത്തവ്യമല്ലേ, അല്ലെങ്കിൽ ഇത് ദേവസ്വത്തിലെ ഏതെങ്കിലും ക്ലർക്കുമാരുടെ കർത്തവ്യമല്ലേ എന്നൊക്കെ പറഞ്ഞൊഴിയാൻ കഴിയുമോ? ഇത്ര വലിയ കൊള്ളയൊക്കെ ഇങ്ങനെ കാലാകാലങ്ങളായി അല്ല, നടക്കാൻ നടക്കുന്നു. പാടില്ലെന്നേ. ഈ ഹിന്ദു ക്ഷേത്രങ്ങളിലല്ലേ ഇതൊക്കെ നടക്കുന്നത്. ഇതുപോലെ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്താ ടെർമിനേറ്റ് ചെയ്യണമെന്നേ. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ചെയ്തോല്ലേ ശരി, താങ്കൾ പറഞ്ഞതാണ് യഥാർത്ഥ വസ്തുത. ഇത് ഹിന്ദു ക്ഷേത്രങ്ങളിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഹിന്ദു ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾ എന്നുള്ള നാമം മാത്രം വെച്ചുകൊണ്ട് യാതൊരു വിശ്വാസവും വച്ച് പുലർത്താത്ത കുറച്ചു പേർ ഭരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ശബരിമല നടയിൽ നിൽക്കുമ്പോൾ, സന്നിധാനത്ത് നിൽക്കുമ്പോൾ ഇത് മുന്നിലുള്ളത് അയ്യനാണ്, അയ്യപ്പനാണ്, തങ്ങളുടെ കൺകണ്ട ദൈവമാണ് എന്ന് ഒരു നിമിഷമെങ്കിലും തോന്നിയിരുന്നുവെങ്കിൽ ഇതൊന്നും ഇങ്ങനെ കട്ടിളപ്പാളി സഹിതം ഇളക്കി കൊണ്ടുപോയി വിറ്റ് പുട്ടടിക്കില്ലായിരുന്നു എന്ന് തന്നെയാണ്.